ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ചെയ്തതുമായ ചെറുതും വലുതുമായ ഉപകാരങ്ങൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ സാധിക്കും? അല്പനിമിഷത്തെ ദൈവവചന ചിന്തയെ ആധാരമാക്കിക്കൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന് 3, 4, 5 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും നിന്നു. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന ശബ്ദം കേട്ടു. ഇതിനെക്കുറിച്ച് തന്നെ അപ്പോസ്തല പ്രവൃത്തി 26:13 ഇപ്രകാരം പറയുന്നു: രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്നും എന്നെയും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മുള്ളിന് നേരെ ഉതുകുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശൗലിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്നവരെ ഇല്ലാതാക്കുവാനായുള്ള ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് ദമസ്കോസിലേക്ക് താൻ സഞ്ചരിക്കുമ്പോൾ തൻ്റെ വഴിയിൽ, തൻ്റെ ജീവിതത്തിൻ്റെ സഞ്ചാരപാതയിൽ ദൈവത്തിൻ്റെ കരം തന്നെ സ്പർശിച്ചതാണ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അതിനെക്കുറിച്ച് താൻ ഇപ്രകാരം പറയുന്നു: രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം. നട്ടുച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സൂര്യൻ മിന്നി നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കപ്പെടുന്നത് നട്ടുച്ചയ്ക്കല്ല, ഏകദേശം 3 മണി 3:30 ആ ഒരു ടൈമിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് നട്ടുച്ച 12 മണിക്ക് തന്നെയാണ്. ഇവിടെ വചനം പറയുന്നത്, നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യൻ്റെ വെളിച്ചത്തെ കവിഞ്ഞൊരു വെളിച്ചം. ഈ വെളിച്ചം ഏതിനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു വെളിച്ചമാണ് ശൗലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. എണ്ണമറ്റ സഭകൾ സ്ഥാപിക്കുവാനും അനേകം ലേഖനങ്ങൾ എഴുതുവാനും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് പറയുവാനും അനേകം ദൈവത്തിന് വേണ്ടി നേടുവാനും എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയത്, തന്നെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഒരൊറ്റ കരസ്പർശനമാണ്. ഇന്ന് നാം പല ദൈവദാസന്മാരുടെ മുമ്പിൽ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായി പോയി നിൽക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർ അവരത്ഭുതം കണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നതല്ല. അവർ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവർ അനേകം അത്ഭുതങ്ങൾ കാണുകയുണ്ടായി. എന്നാൽ അത്ഭുതം കണ്ടവരും അത്ഭുതത്തിൽ വിശ്വസിച്ചവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം പലരും പിൻവാങ്ങി പഴയ തൊഴിലിലേക്ക് പോയപ്പോഴും വീണ്ടും ഒരു പുതിയ നിയമ ദൈവസഭയ്ക്ക് മുമ്പോട്ട് ഒരു യാത്ര നയിക്കുവാനായി അവർ ഉപയോഗിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കൂട്ടത്തെ ദൈവം അസാധാരണമായി വ്യക്തിജീവിതത്തിൽ ഉപയോഗിച്ചതാണ് കാണുവാൻ സാധിക്കുന്നത്. സാധാരണപ്പെട്ട വ്യക്തിയെ അസാധാരണപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയാക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നമുക്കറിയത്തില്ല എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും നമുക്ക് ഒരിക്കലും അറിയത്തില്ല ഈ ടാസ്കിൽ, ഈ ഒരു വിഷയത്തിൽ മുമ്പോട്ട് ഞാൻ പോകുമ്പോൾ അതൊരു ജയമായി തീരുന്നു, അതൊരു പരാജയമായി തീരുന്നു. നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം, നമ്മുടെ പ്രസൻറ്റിനെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ ഭാവിയെ നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഭാവിയെ അറിയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ, നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും, ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉപയോഗിക്കും, ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വലിയൊരു വ്യത്യാസം വരുത്തും. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസനമാണ്. ആ ദൈവത്തിനറിയാം നമ്മളെ എവിടെ എത്തിക്കേണ്ടതെന്ന്. മനുഷ്യൻ നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ഭാവിയെ പറയും. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, ദൈവം നമ്മുടെ അവസ്ഥകളെ അറിയുന്നു. ഇന്ന് ഈ മെസ്സേജിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വസ്തുത,
ശൗൽ ഒരിക്കലും അഭിഷേകം ചെയ്യപ്പെട്ട ഒരു നീതിമാനായിരുന്നില്ല. തന്നെ നീതീകരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, തൻ്റെ ശുശ്രൂഷയിലൂടെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാനായി തന്നെ ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പിതാവാം ദൈവത്തെ നേരിട്ട് കണ്ട ഒരൊറ്റ വ്യക്തി പോലും ഈ കാലഘട്ടത്തിൽ ജീവനോടിരിപ്പില്ല. പുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് ജീവനോടിരിപ്പില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ഇന്നും ലോകമെമ്പാടുമുണ്ട്. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നും അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ സ്നാനം ചെയ്യപ്പെട്ട് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുമ്പോട്ട് പോവുക. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ.